السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അഥവാ വൻപാപങ്ങളെക്കുറിച്ച് അതിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ 28 അധ്യായങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു. അതിൽ വന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ചുരുങ്ങിയ രൂപത്തിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ, ഓടിയകലാൻ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. 29-ാമത്തെ അധ്യായമായി ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ബാബുൻ ദിക്റു മറദിൽ ഖൽബി വമൗതിഹി. ഹൃദയത്തിന് സംഭവിക്കുന്ന രോഗവും ഹൃദയത്തിൻ്റെ മരണവും അതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന അധ്യായം. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം തലക്കെട്ടായി നൽകിയത് മറദുൽ ഖൽബ് വമൗതിഹി. മറദുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് രോഗം ബാധിക്കുക, അതുപോലെ തന്നെ ഹൃദയം ചത്തുപോവുക, മരിച്ചു പോവുക. നമുക്കറിയാം, ശരീരങ്ങൾക്ക് രോഗം ബാധിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിന് എപ്രകാരം രോഗം ബാധിക്കുന്നുവോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിനും രോഗം ബാധിക്കും. എന്നാൽ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരീരത്തിന് ബാധിക്കുന്ന രോഗങ്ങൾ അത് ബിഇദ്നില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. ഇനി കൂടിപ്പോയാൽ ഇഹലോകത്ത് നിന്ന് ഒരാൾ മരിച്ചു പോകും. അത്രയേ ശരീരത്തിലെ അവയവങ്ങൾക്ക് വല്ല രോഗവും ബാധിച്ചാൽ സംഭവിക്കുകയുള്ളൂ. എന്നാൽ സഹോദരങ്ങളെ, ഹൃദയത്തിന് രോഗം ബാധിക്കുക എന്നത് അത് ചികിത്സിച്ച് ഭേദമായിട്ടില്ലെങ്കിൽ ഇഹലോകവും പരലോകവും ഒരുപോലെ നശിച്ചു പോകും. ഹൃദയങ്ങൾക്ക് രോഗം ബാധിക്കുക എന്നത് തിന്മകൾ, പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണ്. 2 പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഹൃദയങ്ങൾക്ക് ബാധിക്കുക. ശുബ്ഹത്തിൻ്റെ രോഗം അഥവാ ആശയക്കുഴപ്പങ്ങൾ, അവ്യക്തതകൾ, ഹൃദയത്തിലാകെ പുകമറകൾ ഉണ്ടാവുക, വ്യക്തതയില്ലാതിരിക്കുക. അത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇൽമിൻ്റെ കുറവ് കൊണ്ടാണത് സംഭവിക്കുക. ഒരാൾ കൃത്യമായി കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും മുൻഗാമികളുടെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദീൻ പഠിച്ചാൽ ആ രോഗം ശിഫയായി കിട്ടും. രണ്ടാമത്തൊരു രോഗം മറദു ഷഹവാത്ത്, തന്നിഷ്ടങ്ങളുടെ, ദേഹേച്ഛകളുടെ രോഗമാണ്. അഥവാ തിന്മകളോടുള്ള ആഗ്രഹം, തിന്മയിലേക്ക് ചാഞ്ഞു പോവുക എന്ന കാര്യം. ഇത് പഠിച്ചത് പ്രാവർത്തികമാക്കാതിരിക്കുമ്പോഴാണിത് സംഭവിക്കുക. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഒരാൾ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്താൽ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് അതിൻ്റെ ചുരുക്കം. ഷെയ്ഖ് റഹിമഹുല്ലാ ഇവിടെ കൊണ്ടുവന്ന 2 ആയത്തുകളുണ്ട്.
അദ്ദേഹം പറഞ്ഞു, വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു, ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറളാ വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ. ഫീ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയങ്ങളിൽ ഒരു തരം രോഗമുണ്ട്. ആരാണ് ഈ അവർ? മുനാഫിഖുകളാണ്, കപടവിശ്വാസികൾ. അവരുടെ ഹൃദയങ്ങളിൽ നിഫാഖിൻ്റെ രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറളാ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളിലുള്ള ആ രോഗം അധികരിപ്പിച്ചു കൊടുത്തു. അവരുടെ ആ തിന്മകൾക്കുള്ള, പാപങ്ങൾക്കുള്ള, അവരുടെ ചെയ്തികൾക്കുള്ള തിക്തഫലമാണത്. ഏതുപോലെ അല്ലാഹു തആല ഒരാൾക്ക് ഹിദായത്ത് നൽകുകയാണെങ്കിൽ അല്ലാഹു പറഞ്ഞു, വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദ. ഏതൊരുവനാണോ ഹിദായത്തിലാവുന്നത്, സന്മാർഗം സ്വീകരിക്കുന്നത്, അവന് അല്ലാഹു ഹുദ വർദ്ധിപ്പിച്ചു നൽകും. അതുപോലെയാണ് ഒരാൾ ഇതുപോലെയുള്ള രോഗമാണ് സ്വീകരിച്ചത് എങ്കിൽ അല്ലാഹു പറയുന്നു, വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്, അവർ പറഞ്ഞുണ്ടാക്കിയ കളവിൻ്റെ കാരണത്താൽ. അവർ ഈ ദീനിനെ കളവാക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കളവാക്കി, പ്രമാണങ്ങളെ കളവാക്കി, അങ്ങനെ കാപട്യം ജീവിതത്തിൽ കൈമുതലാക്കിയ ആളുകളാണവർ. അതുകൊണ്ട് തന്നെ അവർക്ക് പരലോകത്ത് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു താക്കീത് ചെയ്യുകയാണ്. സൂറത്തുൽ ബഖറയിലെ 10-ാമത്തെ ആയത്താണിത്. വഖൗലുഹു, മറ്റൊരായത്ത് ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം കൊണ്ടുവന്നു. അല്ലാഹു തആല പറഞ്ഞു, ലഇല്ലം യൻതഹിൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ വൽമുർജിഫൂന ഫിൽ മദീന ലയുഗ്രിയന്നക ബിഹിം ثم لا يجاورونك فيها إلا قليلا. മുനാഫിഖുകൾ, കപടവിശ്വാസികൾ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ, കളവുകൾ കൊണ്ട് ജനങ്ങളെ ഇളക്കിവിടുന്ന, അവർക്കിടയിൽ കുഴപ്പം സൃഷ്ടിക്കുന്ന ആളുകൾ അവരാ ചെയ്യുന്ന പണി നിർത്തിയില്ലെങ്കിൽ നബിയെ അവരിലേക്ക് താങ്കളെ നാം നിയോഗിക്കും, അഥവാ അവർക്കെതിരിൽ താങ്കളെ നാം തിരിച്ചുവിടും. പിന്നീട് താങ്കളുടെ അരികിൽ ജീവിക്കുക എന്നത് അല്പം മാത്രമേ പിന്നെ അവർക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ വിട്ടുപോകേണ്ടി വരും. അവർക്ക് ഇവിടെ തന്നെ ശിക്ഷ നടപ്പാക്കപ്പെടും എന്നതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. ഈ 2 ആയത്തുകളും സഹോദരങ്ങളെ, ഹൃദയങ്ങൾക്ക് രോഗം ബാധിക്കും, അങ്ങനെ രോഗമുണ്ടാകും എന്നതറിയിക്കുന്ന ആയത്തുകളാണ്. ഈ ആയത്ത് നമ്മെ പേടിപ്പെടുത്തേണ്ടതുണ്ട്. ആദ്യം പറഞ്ഞ ആയത്ത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനത്തിന് തിക്തഫലം നൽകും, ഇഹലോകത്തും പരലോകത്തും. ഇഹലോകത്ത് തന്നെ ലഭിക്കുന്ന കാര്യമാണ് ഇവിടെ അല്ലാഹു പറഞ്ഞത്. രോഗത്തിന് മീതെ രോഗം, ഹൃദയത്തിന് രോഗം ബാധിച്ചപ്പോൾ അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ പ്രവൃത്തിയുടെ കാരണത്താൽ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ദുനിയാവിൽ അവർക്ക് അള്ളാഹു ശിക്ഷ അയക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരിലേക്ക് തിരിച്ചുവിടുമെന്ന് പറഞ്ഞാൽ യുദ്ധവുമായി അവർക്ക് ശിക്ഷ നടപ്പാക്കുക എന്ന കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ പേടിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഹൃദയങ്ങൾക്ക് രോഗം ബാധിക്കുക എന്നുള്ളത്. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن المؤمن إذا أذنب ذنبا كانت نكتة سوداء في قلبه فإن تاب ونزع واستغفر سقل قلبه وإن زادت حتى تعلو قلبه فذلك الران الذي قال الله تعالى فيه كلا بل ران على قلوبهم ما كانوا يكسبون. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, തീർച്ചയായും ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസി, ഇദാ അദ്നബ, അവനൊരു തെറ്റു ചെയ്താൽ, ഒരു തിന്മ ചെയ്താൽ, കാനത് നുക്തത്തുൻ സൗദാഉ ഫീ ഖൽബിഹി,
ആ തെറ്റിൻ്റെ കാരണത്താൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നതാണ്. ഫഇൻ താബ, ഇനി ആ തെറ്റിൽ നിന്ന് അവൻ തൗബ ചെയ്തു, വനസഅ, അത് ഉപേക്ഷിച്ചു, വസ്തഗ്ഫറ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്തു, സൂഖില ഖൽബുഹു, എങ്കിൽ അവൻ്റെ ഹൃദയത്തിന് ബാധിച്ച ആ കറുത്ത പുള്ളി അത് നീങ്ങും, എന്നിട്ട് വൃത്തിയാകും. വൈൻസാദ, ഇനി ഈ തിന്മ അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഒന്നിനു പുറകെ ഒന്നായി തെറ്റിൽ മുഴുകുകയാണെങ്കിൽ സാദത്ത്, ഈ കറുത്ത പുള്ളിയും വർദ്ധിക്കും. ഹത്ത, ഏതുവരെ? തഅലു ഖൽബഹു, അവൻ്റെ ഹൃദയത്തിന് ഒരുതരം മറയിടപ്പെടുന്നതുവരെ. ഫദാലിക, ആ മറയിടപ്പെടുക എന്നതാണ് അർറാൻ, റാൻ എന്ന കാര്യം. അല്ലദീ ഖാല അല്ലാഹു തആല ഫീഹി, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുത്തഫിഫീനിൽ 14-ാമത്തെ ആയത്തായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞ ആ റാൻ. അള്ളാഹു പറഞ്ഞു, കല്ല, അങ്ങനെയല്ല, ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവരുടെ ഹൃദയങ്ങൾക്ക് ഒരുതരം മറയിടപ്പെടുകയുണ്ടായി അവർ പ്രവർത്തിച്ചത് കാരണത്താൽ. സഹോദരങ്ങളെ നോക്കൂ, തെറ്റുകൾ, തിന്മകൾ ഓരോ പുള്ളിയായി നമ്മുടെ ഹൃദയത്തിൽ വന്ന് ഭവിക്കും. ചെറുതാവട്ടെ വലുതാവട്ടെ, തെറ്റുകൾ എന്നത് നമ്മൾ ഭയപ്പെടണം എന്ന് ഓരോ ദർസിലും ഓരോ അധ്യായം വായിക്കുമ്പോഴും എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്താറുണ്ട്. കാരണം തെറ്റ് എന്നത് കേവലം നമ്മുടെ ചെയ്തികളായി അങ്ങനെ അവസാനിക്കുന്നില്ല, മറിച്ച് ആ തെറ്റുകൾക്കുള്ള അനന്തര ഫലങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഹൃദയത്തിന് ഒരു നുക്ത, പുള്ളി വീഴുക എന്നത്, കറുത്ത പുള്ളി. അത് പിന്നീട് വർദ്ധിക്കുകയാണ് ചെയ്യുക. വീണ്ടും വീണ്ടും തെറ്റിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ, നേരെ മറിച്ച് അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയാൽ, പശ്ചാത്തപിച്ചാൽ, ഉപേക്ഷിച്ചാൽ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും, ഈ കറുത്ത പുള്ളി മായ്ക്കപ്പെടും എന്നുള്ളതാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ എടുത്തുകൊടുത്ത അസറുകൾ ഷെയ്ഖ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. താബിഈങ്ങളിൽപ്പെട്ട ചിലർ പറഞ്ഞ വാക്കുകൾ. വഖാല അൽ അഅമശു, ഇമാം അൽ അഅമശ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അറാന മുജാഹിദുൻ, ഇമാം മുജാഹിദ് ഇബ്നു ജബർ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് അദ്ദേഹം, ഇമാം മുജാഹിദ് റഹിമഹുല്ലാ. ഇമാം മുജാഹിദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് നമുക്ക് കാണിച്ചു തന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു, കാനു യറൗന അന്നൽ ഖൽബ ഫീ മിസ്ലി ഹാദാ, മുൻഗാമികൾ അഥവാ സഹാബികൾ ഹൃദയമെന്നത് ഇതുപോലെയാണ് കണ്ടിരുന്നത്. യാനി അൽ കഫ, അദ്ദേഹത്തിൻ്റെ കൈപ്പത്തി കൂടെയുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതുപോലെയാണ് മുൻഗാമികൾ ഹൃദയത്തെ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഈ കൈപ്പത്തി എങ്ങനെയാണോ ഇത് നമ്മുടെ ഹൃദയമായി സങ്കല്പിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഫൈദ അദ്നബൽ അബ്ദു ദംബൻ ളുമ്മ മിൻഹു വഖാല ബിഉസ്ബുഇഹി അൽ ഖിൻസരി ഹാകദ, ഒരാൾ ഒരു തെറ്റു ചെയ്താൽ, ഒരടിമ ഒരു തെറ്റു ചെയ്താൽ ഒരു വിരൽ ഇങ്ങനെ ചുരുട്ടപ്പെടും, അഥവാ അൽ ഖിൻസർ, ഈ ചെറിയ വിരലിനാണ് അൽ ഖിൻസർ എന്ന് പറയുക. ഫൈദ അദ്നബ്, വീണ്ടും തെറ്റു ചെയ്താൽ, ദുമ്മ വഖാല ബിഉസ്ബുഇഹി അൽ ഉഖ്റ ഹാകദ, അടുത്ത വിരൽ അതിങ്ങനെ മടക്കി വെക്കപ്പെടും, ചുരുട്ടി വെക്കപ്പെടും, അഥവാ അൽ ബിൻസർ എന്നാണ് ഈ വിരലിന് പറയുക. ഫൈദ അദ്നബ്, വീണ്ടും തെറ്റു ചെയ്താൽ, ദുമ്മ വഖാല ബിഉസ്ബുഇൻ ആഖറ ഹാകദ, അൽ വുസ്ത എന്ന ഈ വിരൽ അത് അദ്ദേഹം ചുരുട്ടി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെയാണ്. ഹത്താ ദമ്മ അസാബിഅഹു കുല്ലഹ, അങ്ങനെ അദ്ദേഹം ഓരോ വിരലുകളും മടക്കി വെച്ചു, ചുരുട്ടി വെച്ചു. ഖാല, എന്നിട്ട് പറഞ്ഞു, സുമ്മ യുത്ബഉ അലൈഹി ബിതാബിഅ, ഇങ്ങനെ ഓരോ വിരലുകളും മടക്കി വെച്ചു. ഹൃദയം ഇതുപോലെ സങ്കല്പിക്കുക, ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഓരോ കറുത്ത പുള്ളി വീഴും. ഈ മടക്കി വെക്കപ്പെട്ട വിരൽ പോലെയാണ് ഹൃദയം. കറുപ്പ് കൊണ്ട് ഹൃദയം മൂടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അതിന് മുദ്ര വെക്കപ്പെടും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വകാനു യറൗന അന്ന ദാലിക ഹുവ അർറാൻ, ഇതാണ് മുൻഗാമികൾ അർറാൻ അഥവാ കറ ബാധിക്കുക, മറയിടപ്പെടുക
എന്നതായി മനസ്സിലാക്കിയത്. ഇതുപോലെയാണ് ഹൃദയം. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ വിരലുകൾ ഇങ്ങനെ മടക്കി വെക്കുന്നത് പോലെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ മങ്ങി മങ്ങി വരും. അതിൻ്റെ ആ പ്രകാശം അത് നഷ്ടപ്പെട്ട് അവസാനം ഹൃദയത്തിന് ഒരു മൂടി ഇടപെടും, പിന്നീട് അതിൽ മുദ്ര വെക്കപ്പെടും. ഇത് സഹോദരങ്ങളെ നമ്മെ പേടിപ്പെടുത്തേണ്ട കാര്യമാണ്. തെറ്റുകൾ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഹൃദയം. വീണ്ടും ഇമാം മുജാഹിദ് റഹിമഹുല്ലയിൽ നിന്ന് മറ്റൊരു വാക്ക് ഉദ്ധരിക്കപ്പെടുന്നു. വഅൻ മുജാഹിദിൻ അയ്ളൻ ഖാല, ഇമാം മുജാഹിദ് റഹിമഹുല്ല അദ്ദേഹം തന്നെ പറയുന്നു, അറാനു ഐസറു മിനത് തബഅ. റാൻ എന്ന് പറഞ്ഞാൽ തബഅനേക്കാൾ ലളിതമാണ്. വത്തബഉ ഐസറു മിനൽ ഇഖ്ഫാൽ. തബഅ എന്നത് ഇഖ്ഫാലിനേക്കാൾ ലളിതമാണ്. അഥവാ സഹോദരങ്ങളെ, ഹൃദയങ്ങൾക്ക് രോഗം ബാധിക്കുക, ഹൃദയം പ്രശ്നത്തിലാവുക 3 രൂപത്തിലാണ്. 3 രൂപമാണ് അതിനുള്ളത്. ഒന്നാമത്തേത് അറാൻ, ഇതാണ് ഏറ്റവും ചെറിയ രൂപം. ഹൃദയത്തിന് കറ ബാധിക്കുക എന്നതാണ് ചെറിയ രൂപം, ഒരു തരം മറയിടപ്പെടുക. പിന്നീട് അടുത്ത ഘട്ടം എന്നത് അത്വബ, ഹൃദയത്തിന് കറ ബാധിച്ചത് മറയിടപ്പെട്ടതിന് ശേഷം പിന്നീടത് മുദ്ര വെക്കപ്പെടും. ഫതുബിഅ അലാ ഖുലൂബിഹിം, മുനാഫിഖുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അവരുടെ ഹൃദയങ്ങൾക്കുമേൽ മുദ്ര വെക്കപ്പെടും. മുദ്ര വെക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഹുദ, സന്മാർഗം അതിലേക്ക് കടക്കുകയില്ല. ഒരു കാര്യം പൂട്ടി അതിൻ്റെ മേൽ സീല് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നതുപോലെയാണ്. അതിനേക്കാൾ കടുത്തതാണ് അടുത്തത് അൽ ഇഖ്ഫാൽ. അൽ ഇഖ്ഫാൽ എന്ന് പറഞ്ഞാൽ പൂട്ടുക എന്നാണ് അതിൻ്റെ അർത്ഥം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അള്ളാഹു ചോദിച്ചു, അവരുടെ ഹൃദയങ്ങൾ പൂട്ടിയിരിക്കുകയാണോ? ഈ ഒരവസ്ഥയിലേക്ക് ഒരാളുടെ ഹൃദയം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു നന്മയും അതിലേക്ക് കടക്കുകയില്ല. നേരെ തലതിരിഞ്ഞ രൂപത്തിലായിരിക്കും ആ ഹൃദയം ഉണ്ടാവുക. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഹൃദയത്തിന് രോഗം ബാധിക്കും എന്ന 2 ആയത്തുകൾക്ക് ശേഷം ഈ ഹദീസ് പറഞ്ഞത് ഹൃദയത്തിന് രോഗം ബാധിക്കുന്നത് തിന്മകൾ ചെയ്യുമ്പോഴാണ്. തിന്മകൾ ചെയ്യുമ്പോൾ പടിപടിയായി ഹൃദയത്തിന് രോഗം ബാധിച്ച അവസാനം ഹൃദയം പൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഅൻ അബി സഈദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അൽ ഖുലൂബു അർബഅത്തുൻ, ഹൃദയങ്ങൾ 4 രൂപത്തിലാണ്. ഖൽബുൻ അജ്റദു ഫീഹി മിസ്ലു സിറാജി യുസ്ഹിറു, അജ്റദായ ഖൽബ് അഥവാ കുറ്റമറ്റ ഹൃദയം, തെളിഞ്ഞ ഹൃദയം, ഒരു കളങ്കവുമില്ലാത്ത ഹൃദയം. ആ ഹൃദയം പ്രകാശിക്കുന്ന ഹൃദയമായിരിക്കും. വഖൽബുൻ, മറ്റൊരു ഹൃദയം അഗ്ലഫു, പൊതിയിടപ്പെട്ട മറയിടപ്പെട്ട ഹൃദയമാണ്. മർബൂത്തുൻ ബിഗിലാഫിഹി, മറയിടപ്പെടുക എന്നതിന് പുറമെ ആ മറ കൊണ്ട് ആ ഹൃദയം ബന്ധിക്കപ്പെട്ടിട്ടുണ്ടാകും, കെട്ടിയിട്ടിട്ടുണ്ടാകും. വഖൽബുൻ, മൂന്നാമത്തെ ഒരു ഹൃദയം മൻകൂസുൻ, തലതിരിഞ്ഞ ഹൃദയമാണ്. വഖൽബുൻ മുസ്ഫഹുൻ, 4ാമത്തെ ഹൃദയം എന്നത് പേജുകൾ പോലെ അപ്പുറത്തും ഇപ്പുറത്തും 2 രൂപത്തിലുള്ള ഹൃദയമായിരിക്കും. 4 രൂപത്തിലാണ് ഹൃദയങ്ങൾ ഉണ്ടാവുക. ഒന്നാമത്തേത് സംശുദ്ധമായ ഹൃദയം, ഒരു കളങ്കവുമില്ലാത്ത ഹൃദയം, അഥവാ അള്ളാഹുവിന് വേണ്ടി ഒഴിച്ചു വെക്കപ്പെട്ട ഹൃദയം, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് റബ്ബിൻ്റെ തൗഹീദ് ഏകത്വം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അങ്ങനെയുള്ള തെളിഞ്ഞ ഹൃദയം. ആ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഹൃദയത്തിൽ വെളിച്ചമുണ്ട്, പ്രകാശമുണ്ട്, അത് പ്രകാശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഹൃദയമാണ്. 2ാമത്തെ ഹൃദയം എന്നത് മറയിടപ്പെടുകയും ആ മറ കൊണ്ട് അതിനെ ബന്ധിക്കുകയും കെട്ടിയിടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 3ാമത്തേത് തലതിരിഞ്ഞ ഹൃദയം, നേരെ തിരിഞ്ഞു പോയിട്ടുണ്ട്. 4ാമത്തേത് 2 രൂപത്തിലാണ്, ഖൈറും ഷർറും ഉണ്ടാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ഫഅമ്മൽ ഖൽബുൽ അജ്റദു, അജ്റദായ ഖൽബ് അഥവാ സംശുദ്ധമായ
ഒരു കളങ്കവുമില്ലാത്ത റബ്ബിനു വേണ്ടി മാത്രം ഹൃദയം ഒഴിച്ചു വെക്കപ്പെട്ട ആ ഹൃദയം എന്നത് അത് ഫഖൽബുൽ മുഅ്മിനി, മുഅ്മിനിൻ്റെ ഹൃദയമാണ്. മുഅ്മിനിൻ്റെ ഹൃദയം എന്നത് തെളിഞ്ഞ ഹൃദയമായിരിക്കും. ഒരു കളങ്കവുമില്ലാതെ ഒരു കറയുമില്ലാതെ അങ്ങനെ സംശുദ്ധമായ ഹൃദയമായിരിക്കും. മുഅ്മിനിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത ഫസിറാജുഹു ഫീഹി നൂർ, അതിൽ വെളിച്ചമുണ്ട്, പ്രകാശമുണ്ട്, അത് പ്രകാശിക്കുകയും ചെയ്യും. വഅമ്മൽ ഖൽബുൽ അഗ്ലഫു, മറയിടപ്പെട്ട ബന്ധിക്കപ്പെട്ട ആ ഹൃദയം ഫഖൽബുൽ കാഫിർ, കാഫിറിൻ്റെ ഹൃദയമാണ്. ഒരു അവിശ്വാസി, ഈമാനില്ലാത്ത സത്യനിഷേധിയായ ഒരുവൻ്റെ ഹൃദയമെന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്, മറയിടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ആ മറ കൊണ്ടത് പിടിച്ച് കെട്ടുകയും ചെയ്തിട്ടുണ്ട്. വഅമ്മൽ ഖൽബുൽ മൻകൂസ്, തലതിരിഞ്ഞ ഹൃദയമെന്ന് പറഞ്ഞത് ഫഖൽബുൽ മുനാഫിഖിൽ ഖാലിസ്, തനിച്ച മുനാഫിഖിൻ്റെ ഹൃദയം. എന്തുകൊണ്ടാണ് തലതിരിഞ്ഞ ഹൃദയം എന്ന് പറഞ്ഞത്? അറഫൽ ഹഖ സുമ്മ അൻകർ, അവന് ഹക്കറിയാം, സത്യമറിയാം, കൃത്യമായിട്ടറിയാം, ഇതാണ് സത്യം, ഇതാണ് ഹക്ക് എന്ന് കൃത്യമായിട്ടറിയാം. സുമ്മ അൻകർ, അതിനുശേഷം അവൻ നിഷേധിച്ചു, അത് അംഗീകരിക്കാതെ, അത് സ്വീകരിക്കാതെ അതിനെ നിഷേധിച്ചു. അങ്ങനെയുള്ള ഒരുവൻ്റെ ഹൃദയം എന്നത് തലതിരിഞ്ഞ ഹൃദയമാണ്, അഥവാ മുനാഫിഖുകളുടെ ഹൃദയം. വഅമ്മൽ ഖൽബുൽ മുസ്ഫഹു, മുസ്ഫഹായ ഹൃദയം, അഥവാ സഫ്ഹ എന്ന് പറഞ്ഞാൽ പേജ് എന്നാണ് അർത്ഥം. രണ്ട് രൂപത്തിലായിരിക്കും. ഫഖൽബുൻ ഫീഹി ഈമാനുൻ വനിഫാഖ്, ആ ഹൃദയത്തിൻ്റെ പ്രത്യേകത അതിൽ ഈമാനും ഉണ്ടാകും നിഫാഖും ഉണ്ടാകും. ഈമാനും നിഫാഖും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തലതിരിഞ്ഞ ഹൃദയം പറഞ്ഞപ്പോൾ ഫഖൽബുൽ മുനാഫിഖിൽ ഖാലിസ് എന്ന് പറഞ്ഞു, തനിച്ച മുനാഫിഖ് എന്ന് പറഞ്ഞു, തനിച്ച മുനാഫിഖിൻ്റെ കൽബ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? നിഫാഖ് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് നിഫാഖുൻ ഇഅ്തിഖാദിയുൻ, വിശ്വാസപരമായ നിഫാഖ്, അതാണ് തനിച്ച മുനാഫിഖ്. ഉള്ളിൽ കുഫ്റും പുറമേക്ക് ഈമാനും അഭിനയിക്കുന്ന അങ്ങനെയുള്ള മുനാഫിഖ്, അവൻ്റെ ഹൃദയം തലതിരിഞ്ഞ ഹൃദയമാണ്. കാരണം അറഫൽ ഹഖ സുമ്മ അൻകർ, അവന് ഹക്കറിയാം പക്ഷേ സ്വീകരിച്ചില്ല, അവൻ നിഷേധിച്ചു. അവൻ്റെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അവൻ ഉള്ളിൽ കുഫ്ർ കൊണ്ടു നടക്കുകയും പുറമേക്ക് ഈമാൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മുഅ്മിനീങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾക്കിടയിൽ അങ്ങനെ അവൻ ജീവിക്കും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് താക്കീതുകൾ ഇങ്ങനെയുള്ള മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ മുഅ്മിനുകളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു, യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് വഞ്ചിക്കപ്പെടുന്നത്. അതുപോലെ അല്ലാഹു പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, തീർച്ചയായും മുനാഫിഖുകൾ നരകത്തിൻ്റെ അടിത്തട്ടിലാകുന്നു. അതൊക്കെ ഈ പറഞ്ഞ വലിയ നിഫാഖ് ഉള്ള ആളുകളെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. അങ്ങനെയുള്ള തനിച്ച മുനാഫിഖ് അവനാണ് നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ഹൃദയത്തിൻ്റെ ഉടമ, തലതിരിഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമ. നാലാമത് പറഞ്ഞ ഈമാനുൻ വ നിഫാഖ് എന്ന് പറഞ്ഞല്ലോ, ആൾ വിശ്വാസിയാണ്, പക്ഷേ രണ്ടാമത്തെ നിഫാഖിൻ്റെ ഇനമായ അമലിയായ നിഫാഖ് ഉണ്ടാകും, പ്രവർത്തനത്തിലുള്ള നിഫാഖ്. എന്താണത്? ഇദാ ഹദ്ദസ കദബ്, സംസാരിച്ചാൽ കളവ് പറയും. വ ഇദാ വഅദ അഖ്ലഫ്, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. വ ഇദാ തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കും. വ ഇദാ ഖാസമ ഫജർ, തർക്കിച്ചാൽ കുതന്ത്രം പ്രയോഗിക്കും. ഈ രൂപത്തിലുള്ള നിഫാഖിൻ്റെ അടയാളങ്ങളുള്ള വിശ്വാസിയായ മനുഷ്യൻ രണ്ട് രൂപത്തിലും അയാളുടെ ഹൃദയം പണിയെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമിഥ്ലുൽ ഈമാനി ഫീഹി കമഥലിൽ ബഖലതി യുമിദ്ദുഹൽ മാഉ ത്വയ്യിബു. അവൻ്റെ ഹൃദയത്തിലുള്ള ഈമാനിൻ്റെ അവസ്ഥ എന്താണ്? അത് മഴയിൽ വെള്ളം കിട്ടിയാൽ മുളച്ചു പൊന്തുന്ന ചീരച്ചെടി പോലെ. അൽ ബഖല എന്ന് പറഞ്ഞാൽ ചീര,
അങ്ങനെയുള്ള ചെടികൾ. അതുപോലെയാണ് ഈമാനിൻ്റെ കാര്യം. യുമിദ്ദുഹൽ മാഉ ത്വയ്യിബു, നല്ല വിശിഷ്ടമായ വെള്ളം കിട്ടിയാൽ ഈ ചീരച്ചെടി എന്ത് ചെയ്യും? വളർന്ന് പന്തലിക്കും. എന്നതുപോലെയാണ് ഈമാൻ അവൻ്റെ മനസ്സിൽ. നന്മ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഈമാനികമായ വളർച്ച ഉണ്ടാവും. വമിസ്ലു നിഫാഖി, നിഫാഖിൻ്റെ അവസ്ഥ എന്താണ്? അവൻ്റെ ഹൃദയത്തിലുള്ള നിഫാഖിൻ്റെ അവസ്ഥ. വമിസ്ലു നിഫാഖി ഫീഹി, അവൻ്റെ ഹൃദയത്തിലെ നിഫാഖിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ കമസലിൽ ഖുർഹതി, മുറിവ് പൊട്ടുപോലെയാണ്. മുറിവ് അതുപോലെയാണ്. യുമിദ്ദുഹൽ ഖൈഹു വദ്ദമു, ആ മുറിവ് നിറഞ്ഞു നിൽക്കുക, നല്ല ഉന്മേഷത്തോടെ നിൽക്കുക എപ്പോഴാണ്? ചെലവും രക്തവും അതിൽ തളം കെട്ടി നിന്നാലാണ്. എന്നതുപോലെ മോശമായ കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, അവൻ്റെ ഹൃദയത്തെ പിടികൂടുമ്പോൾ നിഫാഖ് വർദ്ധിക്കും. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅയ്യുൽ മാദതൈനി ഗലബത് അലൽ ഉഖ്റാ ഗലബത് അലൈഹി, ഇതിലേതാണോ അവന് കൂടുതലായി കിട്ടുന്നത് അതിനനുസരിച്ച് വളർച്ചയുണ്ടാകും. ഈമാനികമായ നല്ല വിശിഷ്ടമായ വെള്ളം അതാണ് അവന് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ, വിശിഷ്ടമായ വെള്ളം കിട്ടിയാൽ ചീരച്ചെടി വളരുന്നത് പോലെ ഇവൻ്റെ ഹൃദയത്തിന് ഈമാൻ, ഇൽമ്, നല്ല കാര്യങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? അത് ഈമാൻ മുളച്ചു പൊന്തും, ഈമാൻ വളരും, ഈമാനികമായ വളർച്ച ഉണ്ടാവും. ദർസിന് വന്നിരുന്നാൽ, ഇൽമു പഠിക്കുമ്പോൾ, നല്ല കൂട്ടുകാർ ഉണ്ടാകുമ്പോൾ, അങ്ങനെയുള്ള നന്മകളിൽ ഏർപ്പെടുന്നതിനനുസരിച്ച് ഇവൻ്റെ ഈമാൻ പുഷ്ടിക്കപ്പെടും, വളരും. ഏതുപോലെ മഴ കിട്ടിയാൽ, നല്ല വെള്ളം കിട്ടിയാൽ ചീരച്ചെടി വളർന്ന് പന്തലിക്കുന്നത് പോലെ. നേരെ തിരിച്ചാണെങ്കിലോ, നിഫാഖിന് പറ്റിയ കാര്യങ്ങളാണോ അവന് കിട്ടുന്നതെങ്കിലോ, ജീവിതത്തിൽ തിന്മകൾ, ഇതുപോലെയുള്ള നിഫാഖിൻ്റെ അടയാളങ്ങളായി പറയപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ജീവിതത്തിലെങ്കിലോ, അതിനനുസരിച്ച് അവൻ്റെ നിഫാഖ് വർദ്ധിക്കും. ഇതിലേതാണോ വർദ്ധിക്കുന്നത് അതിനനുസരിച്ചാണ് അവൻ്റെ കാര്യം. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ എന്തു വേണം? നമ്മൾ പരിശോധിക്കണം. ഈ 4 ഹൃദയങ്ങളിൽ ഏത് ഹൃദയമാണ് എൻ്റേത് എന്ന് ആണ് ഞാൻ പരിശോധിക്കേണ്ടത്. എനിക്ക്, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും മറ്റുള്ള ആളുകളുടെ ഹൃദയങ്ങൾ പരിശോധിക്കാനോ അത് അന്വേഷിക്കാനോ കണ്ടെത്താനോ സാധിക്കുകയില്ല. എനിക്കെൻ്റെ ഹൃദയമാണ് ഇതിലൂടെ പരിശോധിക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഹൃദയങ്ങളാണ്. നമ്മൾ പരിശോധിച്ച് നോക്കുക, ഇതിൽ ഏത് ഹൃദയമാണ് എൻ്റേത്? ആദ്യം പറഞ്ഞ അജ്റതായ ഹൃദയമാണോ, അഥവാ നല്ല തെളിഞ്ഞ, തെളിമയാർന്ന, ഒരു കളങ്കവുമില്ലാത്ത, നിഷ്കളങ്കമായ, അള്ളാഹുവിനു വേണ്ടി ഒഴിച്ചു വെക്കപ്പെട്ട, ഒരു കറയും ബാധിക്കാത്ത സംശുദ്ധമായ ഹൃദയമാണോ നമ്മൾ പരിശോധിക്കണം. അങ്ങനെയാണോ നമ്മൾ പരിശോധിച്ച് നോക്കണം. നമുക്കാണ് അറിയാം. മറ്റൊരാളുടെ ഹൃദയം നോക്കിയിട്ട് നിൻ്റെ ഹൃദയത്തിന് ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ നമുക്കാണ് അറിയുക. അജ്റതായ ഹൃദയമാണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ കൽപ്പനകളുമായി ബന്ധപ്പെട്ട് ഞാൻ എങ്ങനെ, എൻ്റെ വിശ്വാസം, എൻ്റെ ഇബാദത്തുകൾ, ഒരു കാര്യം വന്നാൽ ഞാൻ എന്താണ് അതിൽ നിലപാടെടുക്കുന്നത്? എൻ്റെ തവക്കുൽ, എൻ്റെ ദുആ, എൻ്റെ ഇസ്തിഗ്ഫാർ, തിന്മകളോടുള്ള സമീപനം, എൻ്റെ അറിവ്, എൻ്റെ മറ്റുള്ള ഇബാദത്തുകൾ, ഫർളാവട്ടെ സുന്നത്താവട്ടെ, ഇതിലൊക്കെ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ഞാൻ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അതിൻ്റെ സൂചന കിട്ടും. അല്ലേ? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, കുല്ലുൻ യഅമലു അലാ ഷാക്കിലതിഹി, ഓരോരുത്തരും അവന് അനുയോജ്യമായതാണ് പ്രവർത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഓരോരുത്തരും എന്തിലേക്കാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിനനുസരിച്ച്
അവൻ പ്രവർത്തിക്കും. അപ്പം നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് എന്നത് നമുക്കിത് മനസ്സിലാക്കി തരും. നമ്മുടെ ഒരു ദിവസം നമ്മൾ എടുത്തു നോക്കുക, നേരം പുലർന്നത് മുതൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഇതുപോലെ തെളിഞ്ഞ ഹൃദയമാണോ? ഒരു പ്രശ്നവുമില്ലാത്ത, ഒരു കളങ്കവും ബാധിക്കാത്ത, എല്ലാ അർത്ഥത്തിലും സംശുദ്ധമാണോ? എങ്കിൽ അൽഹംദുലില്ലാ, അത് വർദ്ധിപ്പിച്ചു തരാൻ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. അതല്ല രണ്ടാമത് പറഞ്ഞ കാഫിറിൻ്റെ ഹൃദയം, സത്യനിഷേധിയുടെ ഹൃദയം, അത് മറയിടപ്പെട്ട ഹൃദയമാണ്. അവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ മറയിടപ്പെട്ടിരിക്കുന്നു, ആ മറ ബന്ധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അഥവാ നേരത്തെ പറഞ്ഞതുപോലെ ആ ഹൃദയം സീല് വെക്കപ്പെട്ട അങ്ങനെയുള്ള ഹൃദയമായി മാറപ്പെട്ടിരിക്കുന്നു. അപ്പം അതിലേക്ക് ഹുദ, സന്മാർഗം ഇറങ്ങുക എന്നത് വലിയ സൗഭാഗ്യമാണ്. അങ്ങനെ മറയിടപ്പെട്ട ഹൃദയമാണോ നമ്മൾ പരിശോധിച്ച് നോക്കണം. ഒന്നും നമുക്ക് വാതകല്ല, കാഫിറിൻ്റെ ഹൃദയമല്ലേ എന്ന് പറയാവതല്ല. നമ്മൾ പരിശോധിക്കണം നമ്മുടെ ഹൃദയത്തിന് അങ്ങനെയുള്ള മറ വീഴുന്നുണ്ടോ, നമ്മൾ പേടിക്കണം. കാരണം ഹക്ക് കടക്കാതിരിക്കുക, സന്മാർഗത്തിലേക്ക് നമ്മുടെ കാതും കൽബും നമ്മുടെ കേൾവിയും നോട്ടവും ഒന്നും എത്താതിരിക്കുക നമ്മൾ പേടിക്കണം നമ്മൾ പേടിക്കണം. ഹൃദയത്തിന് മറയിടപ്പെടുന്നുണ്ടോ നമ്മൾ ഭയപ്പെടണം. മൂന്നാമത്തെ ഹൃദയം നിങ്ങൾ നോക്കൂ, നേരെ തലകുത്തനെയായ, തല തിരിഞ്ഞ ഹൃദയമാണ്. ഹക്ക് കേട്ടാൽ സ്വീകരിക്കുകയില്ല. ഒരു സത്യം വന്ന് കിട്ടിയാൽ അത് നിഷേധിച്ച് തള്ളുന്ന അവസ്ഥയാണ്. കപട വിശ്വാസവുമായി ജീവിക്കുന്ന ആളുകൾ. നാലാമത്തെ ഹൃദയം, അത് കുറച്ച് ഈമാനുണ്ടല്ലോ, കുറച്ചല്ലേ നിഫാക്കുള്ളൂ എന്ന് സമാധാനിക്കരുത്. നിഫാക്ക് കുറച്ചുണ്ടോ നമ്മൾ പേടിക്കണം. നാലാമത് പറഞ്ഞത് ഒന്നിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നാലിൽ പിടിക്കാലോ എന്ന് നമ്മൾ വിചാരിച്ചു പോകരുത്. ഈമാനും നിഫാഖും ഒരുമിച്ചുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ശുഭ സൂചനയല്ല പ്രിയമുള്ളവരെ. ഈമാനിന് വളർച്ചയുണ്ടാകും നല്ലത് കിട്ടിയാൽ. നല്ലത് കിട്ടിയിട്ടില്ലെങ്കിലോ കിട്ടാനുള്ള സാധ്യതകൾ ഇല്ലാതെ പോയാലോ നമ്മൾ പേടിക്കണം. ഇപ്പം നിഫാഖ് കൽബിലുണ്ടാവുക എന്നത് നിർഭയത്വം തരുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഇങ്ങനെയുള്ള ഹൃദയങ്ങൾ ഉണ്ടാകും. മുഅ്മിനായ സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ, അയാളിൽ അമലിയായ നിഫാഖിൻ്റെ അടയാളങ്ങളുണ്ടാകും. നല്ല 5 നേരം നിസ്കരിക്കുന്ന ആളുകൾ പറയൂലേ, കൃത്യമായിട്ട് പറഞ്ഞിട്ട് പറ്റിക്കില്ലേ? സ്വാഭാവികമാണ്, സംഭവിക്കും, അതുണ്ടാകും. അതുപോലും നമ്മൾ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അതുപോലും നമ്മൾ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 രൂപത്തിൽ ഈമാനും നിഫാഖും കലർന്ന ഹൃദയത്തിന് പറഞ്ഞ ഉദാഹരണം നോക്കൂ. ഒന്ന് ചീരച്ചെടിയാണെങ്കിൽ മറ്റേതെന്താണ്? മുറിവാണ് ഉദാഹരണം പറഞ്ഞത്. രക്തവും ചെലവും തളം കെട്ടി നിൽക്കുന്ന കാലത്തോളം ഇതിങ്ങനെ നിൽക്കും, നല്ല പച്ചയായിട്ട് തന്നെ ഉണ്ടാവും എന്നതുപോലെയാണ് നിഫാഖിന്. അതിന് അനുയോജ്യമായ വൃത്തികേടുകൾ വന്ന് കിട്ടുന്നതിനനുസരിച്ച് ആ നിഫാഖ് അങ്ങനെ തളം കെട്ടി നിൽക്കും. പിന്നീട് ഏതാണോ കൂടുന്നത് അതിനനുസരിച്ച് ഒന്ന് മറ്റേതിനെ പരാജയപ്പെടുത്തി അത് അതിജയിക്കും. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ നിഫാഖിനെ അതിജയിച്ച് ഈമാൻ മുൻകടക്കുകയുള്ളൂ. അല്ലെങ്കിലോ ഈമാനിനെ മറികടന്ന് നിഫാഖായിരിക്കും മുൻകടക്കുക. ഇതെപ്പോഴാണ് പിടിക്കുക? എപ്പോഴാണ് ഈ കാര്യം പിടികൂടുക? മരണസമയത്താണ്. മരണസമയത്ത് ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കും. പലതും കേട്ടിട്ടുണ്ടാവും, പലതും കണ്ടിട്ടുണ്ടാകും, കുറേ വായിച്ചിട്ടുണ്ടാവും. മരിക്കുന്ന സമയത്ത് ഈമാനും നിഫാഖും കൂടി തമ്മിലടി നടന്നാലോ? ആ സമയത്ത് ഈമാൻ കിട്ടുക എന്നത് വലിയ കാര്യമാണ്. ആ സമയത്ത് ഈമാൻ കിട്ടുക എന്നത് അള്ളാഹുവിൻ്റെ സഹായമാണ്. നമ്മൾ ജീവിതം എങ്ങനെയാണോ കൊണ്ടുപോയത് അതിനനുസരിച്ച് അത് കിട്ടുള്ളൂ. ജീവിതത്തിൽ ഈ രൂപത്തിലുള്ള പ്രവർത്തനമാണോ നമ്മൾ ഭയപ്പെടണം, നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഈമാനുള്ള ആളുകളെ ഇഹലോകത്തും പരലോകത്തും സുസ്ഥിരമായ വാക്കുകൾ കൊണ്ട് അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമെന്നാണ്. ആമനു എന്നാണ് പറഞ്ഞത്. ഈമാനുള്ളവർ, ഈമാനു നിഫാഖുള്ളവർ എന്നല്ല.
ഈമാനുള്ളവരെയാണ് അള്ളാഹു ഉറപ്പിച്ചു നിർത്തുക. മരണവേളയിൽ അള്ളാഹു ഉറപ്പിച്ചു നിർത്തിയാലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ ചില ആളുകളുടെ മരണ വെപ്രാളത്തിൻ്റെ രംഗം പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അത്രയും ലളിതമായ ദിക്ർ പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ ലാ അസ്തതീഅ് എന്ന് പറയുന്നുണ്ട്, എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. ചില ആളുകൾ കച്ചവടക്കാരായിരുന്നു, അവർ എണ്ണാണ് 10 10 20 എന്ന് പറഞ്ഞ് കണക്കൂട്ടാണ്, അത് പറയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ലളിതമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കുന്നില്ല. ചില ആളുകൾ പാട്ടുകാരായിരുന്നു, പാട്ടുമായി ജീവിച്ച ആളുകളായിരുന്നു, പാട്ട് പാടുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ വരുന്നില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ അവസാന സമയത്ത് നിഫാഖ്, നമ്മുടെ തിന്മകൾ, പാപങ്ങൾ നമ്മെ പിടികൂടിയാൽ, അന്ത്യം മോശമായി പോയാൽ പിന്നീട് തീരാ ദുഃഖവും നഷ്ടവുമായിരിക്കും എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈമാനും നിഫാഖും കൂടിക്കലർന്ന ഒരു ഹൃദയം എന്നത് കേൾക്കുമ്പോൾ നമുക്കൊരിക്കലും ആശ്വാസം നൽകുന്ന കാര്യമല്ല അത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച 4 രൂപത്തിലുള്ള ഹൃദയങ്ങളിൽ ഏതാണ് നമ്മുടെ ഹൃദയം എന്നത് നമ്മൾ പരിശോധിക്കുകയും അതിൽ ഏറ്റവും ഉത്തമമായതിലേക്ക് നാം എത്തിച്ചേരുകയും വേണം എന്നുള്ളതാണ് നമ്മൾ ഈ ഹദീസിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഗുണപാഠം. സംശുദ്ധമായ പരിശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകൾ ആയിത്തീർന്നാലാണ് പരലോകത്ത് രക്ഷയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും ഉപകാരപ്പെടാത്ത ആ ദിവസം, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയവുമായി വന്നവരൊഴിയെ. എന്താണ് കുറ്റമറ്റ ഹൃദയം എന്ന് പറഞ്ഞാൽ? എല്ലാ അർത്ഥത്തിലും കുറ്റവിമുക്തമായ ഹൃദയമായിരിക്കണം. ഏറ്റവും വലിയ കളങ്കം ഷിർക്കിൻ്റെ, കുഫറിൻ്റെ കളങ്കം, അതിൽ നിന്ന് വിമുക്തമായിരിക്കണം, അതിൽ നിന്ന് മുക്തമായിരിക്കണം നമ്മുടെ ഹൃദയം. പിന്നീട് അതിന് ശേഷമുള്ള ബിദ്അത്തുകൾ, തിന്മകൾ, പാപങ്ങൾ, അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ സുരക്ഷിതമായ കുറ്റമറ്റ രൂപത്തിലായിരിക്കണം പരലോകത്ത് എത്തുന്നത് എങ്കിൽ വിജയിക്കാൻ സാധിക്കും. രണ്ടാമത് പറഞ്ഞ ഹൃദയം എന്നത് ഇരുട്ടുകൾ നിറഞ്ഞ ഹൃദയമാണ്. ഷിർക്കിൻ്റെ, കുഫറിൻ്റെ, പാപങ്ങളുടെ, ബാത്തിലുകളുടെ, അങ്ങനെയുള്ള ഇരുട്ടുകൾ കൊണ്ട് മൂടപ്പെട്ട, മറയിടപ്പെട്ട ഹൃദയം. അവിശ്വാസിയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. ആ ഇരുട്ടുകൾ കൊണ്ട്, ആ മറ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ഹൃദയം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു നാനാ ഭാഗത്ത് നിന്നും. അതുപോലെ തലതിരിഞ്ഞ ഹൃദയം, അതുപോലെ ഈമാനും നിഫാഖും കൂടിക്കലർന്ന ഹൃദയം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹൃദയങ്ങൾക്ക് രോഗം ബാധിക്കുക എന്നത് വളരെ ഗൗരവത്തിൽ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ അടയാളങ്ങൾ പലതും നമ്മൾ കേട്ടു. അഥവാ ഹുദ, സന്മാർഗം, ഇൽമ്, അതുപോലെ നന്മകൾ, ഇതൊന്നും നമ്മുടെ ഉള്ളിലേക്ക് കടക്കാതിരിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടണം. നന്മകളോട് താല്പര്യമില്ലാതിരിക്കുമ്പോൾ, അതിൻ്റെ ആളുകളോട് താല്പര്യമില്ലാതിരിക്കുമ്പോൾ, നന്മകളിലേക്ക് നമ്മുടെ ചിന്തകളും നമ്മുടെ നോട്ടങ്ങളും നമ്മുടെ കേൾവിയും നമ്മുടെ നടത്തവും ഒന്നും എത്തുന്നില്ല എങ്കിൽ നമ്മൾ പേടിക്കണം. നമ്മുടെ ഹൃദയങ്ങൾക്ക് കറ ബാധിക്കുന്നുണ്ടോ നമ്മൾ പേടിക്കണം. അതുപോലെ തിന്മകളോട് നമുക്ക് ഒരു സമരസം തോന്നുന്നുണ്ടെങ്കിൽ, അതിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ ചായുന്നുവെങ്കിൽ നമ്മൾ പേടിക്കണം. ഇതൊക്കെ അതിൻ്റെ അലാമാത്തുകളാണ്, അടയാളങ്ങളാണ്. അത് പിന്നീട് പരിണമിച്ചിട്ടാണ് ഹൃദയത്തിന് കറയുണ്ടാവുക, അത് മുദ്രവെക്കപ്പെടുക, പിന്നീട് അത് പൂട്ടപ്പെടുക. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള
ഹൃദയങ്ങളൊക്കെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചത് അതിൽ ഏറ്റവും സുരക്ഷിതമായത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ വളരെ വിശാലമായി വിശദീകരിക്കുന്നുണ്ട് പാപങ്ങൾക്കുള്ള അനന്തരഫലങ്ങൾ. അദ്ദാഉ വദ്ദവാ, രോഗവും മരുന്നും എന്നാണ് ആ കിതാബിൻ്റെ പേര് തന്നെ. ബഹുമാന്യനായ അബ്ദുർ റഊഫ് ബാഖവി ഹഫിളഹുല്ലാഹ് അദ്ദേഹം ആ കിതാബ് മുഴുവനും വിശദീകരിച്ച ക്ലാസുകൾ നമുക്ക് കിട്ടും. കുറച്ചധികം ഉണ്ടാവും, നമ്മൾ കേൾക്കണം. അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം കേൾക്കണം, നമ്മൾ സമയമെടുത്ത് കേട്ട് പൂർത്തീകരിക്കണം എന്ന് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താണ്. അറബിയിൽ ഉലമാക്കളുടെ ദർസുകളുണ്ട്, അത് കേൾക്കാൻ പ്രാപ്തരാകുന്നതിന് മുന്നേ മലയാളത്തിൽ നമ്മൾ കേൾക്കുക. നമ്മുടെ ഭാഷയിൽ നല്ല വൃത്തിയിൽ അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ജസാഉല്ലാഹു ഖൈറൻ. സാന്ദർഭികമായി സൂചിപ്പിക്കണം, നമ്മൾ കേൾക്കണം. അതിൽ രോഗമെന്താണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ആ രോഗത്തിന് കിട്ടുന്ന അനന്തരഫലങ്ങൾ, അതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ്, ഇതൊക്കെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. അത് വിവർത്തനം ചെയ്ത് അത് വിശദീകരിക്കപ്പെട്ട ദർസുകളുടെ കാര്യമാണ് സൂചിപ്പിച്ചത്. അത് കിട്ടും, പലരും കണ്ടിട്ടുണ്ടാകും, നമ്മൾ കേൾക്കണം. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അല്ലാഹു തആല തിന്മകൾക്ക് പല രൂപത്തിലാണ് ശിക്ഷകൾ നൽകുക. ഇഹലോകത്തും പരലോകത്തും അള്ളാഹു തിന്മകൾക്ക് ശിക്ഷ നൽകും. പല രൂപത്തിലായിരിക്കും ഒരു മനുഷ്യൻ ശിക്ഷിക്കപ്പെടുക. പല രൂപത്തിൽ, ശാരീരികമായിട്ട്, ഹൃദയ സംബന്ധമായി, അങ്ങനെ പല രൂപത്തിൽ. ദുനിയാവിൽ ശിക്ഷിക്കപ്പെടും, ഖബറിൽ ശിക്ഷിക്കപ്പെടും, പരലോകത്ത് ശിക്ഷിക്കപ്പെടും. അതിൽ ഹൃദയങ്ങൾക്ക് സംഭവിക്കുന്ന ഉഖൂബാത്തുകൾ, ശിക്ഷകൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞ കറബാധിക്കലും മൂടി ഇടലും, അതുപോലെ മുദ്ര വെക്കപ്പെടലും പൂട്ടപ്പെടലും ഒക്കെ. അതുപോലെ തന്നെ നന്മകളോട് താല്പര്യമില്ലാതിരിക്കുക എന്നത്, അതുപോലെ ഒരു നന്മയും കേൾക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അന്ധമായി പോവുക, കണ്ണും കാതും മനസ്സുമൊക്കെ, അതുപോലെ തലതിരിഞ്ഞു പോവുക എന്ന് തുടങ്ങി അദ്ദേഹം ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. നമ്മളത് കേൾക്കണം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. തിന്മകൾ, പാപങ്ങൾ എന്നത് നമ്മുടെ ഹൃദയത്തെ രോഗത്തിലാക്കും, പിന്നീടത് മരിച്ചു പോവുകയും ചെയ്യും. ഹൃദയം ചത്തുപോകും. ശരീരങ്ങൾ മരിക്കുന്നത് പോലെയല്ല ഹൃദയങ്ങൾ മരിക്കുക എന്നുള്ളത്. ശരീരം മരിച്ചാൽ, മറവ് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഇലൽ ആഖിറ, പരലോകത്തേക്കാണ്. എന്നാൽ മനസ്സ് മരിച്ചു പോയാൽ ആള് വടി പോലെ നടക്കുന്നുണ്ടാവും, പക്ഷേ ചത്ത ശവമായിട്ടാണ് അയാൾ ജീവിക്കുക. ജീവനില്ലാത്ത ഹൃദയവുമായി ശരീരത്തിന് മാത്രം ജീവനോടുകൂടി അങ്ങനെ ജീവിച്ചു പോവുക എന്നത് അങ്ങേയറ്റത്തെ ദൗർഭാഗ്യമായ ഒരവസ്ഥയാണ്. അതിൻ്റെ അനന്തരഫലങ്ങൾ നമുക്ക് കേട്ടാൽ നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹു റബ്ബുൽ ആലമീൻ സലീമായ ഹൃദയവുമായി ജീവിക്കാൻ, തൗഹീദിലായി, സുന്നത്തിലായി, യഥാർത്ഥ ദീനിലായി ജീവിക്കാൻ, അതിലായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. ഒരു തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ, പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമായി, മുഅ്മിനായി ജീവിച്ച് നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. വല്ലാഹു അലം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു